രുചി വൈവിധ്യങ്ങളുടെ ഓണക്കാലത്ത് സുവർണ ചാരുതയുമായി വിപണിയിൽ നിറയുകയാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകൾക്കായി സമർപ്പിക്കുന്നത് പ്രത്യേകം കൃഷി ചെയ്ത് വിളയിച്ച ഈ നേന്ത്രക്കുലകളാണ്. ഓണക്കാലത്ത് തൃശൂരിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാരും ഏറെയാണ്. സ്വർണ്ണ നിറമുള്ള ചുവപ്പ് രാശിയോടുകൂടിയ തടിച്ചിരുണ്ട കായകളുള്ള ചെങ്ങാലിക്കോടന് വിപണിയിൽ മോഹവില നൽകി വാങ്ങാൻ ആവശ്യക്കാരേറെയാണ്. വിപണിയിലേക്ക് എത്തുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ്ക്ക് 2500 രൂപയാണ് വില. പഴയ കൊച്ചി രാജ്യത്തിലെ ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിലാണ് ഈ വാഴകൃഷിയുടെ തുടക്കം. ആദ്യം ചെങ്ങഴിക്കോടനെന്നും പിന്നീട് ചെങ്ങാലിക്കോടനെന്നും ആവുകയായിരുന്നു. 2014 ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ചെങ്ങാലിക്കോടന്റെ ഖ്യാതി വർദ്ധിച്ചു. തലപ്പിള്ളി താലൂക്കിലെ എരുമപ്പെട്ടി, കടങ്ങോട്, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട്, വേലൂർ, ചൂണ്ടൽ, തൃശൂർ താലൂക്കിലെ തോളൂർ, കൈപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലായി കൃഷി ചെയ്തിരുന്ന ചെങ്ങാലിക്കോടന്റെ വിളവെടുപ്പ് പൂർത്തിയായി. അത്തം മുതലാണ് ചെങ്ങാലിക്കോടൻ കുലകൾ വിപണിയിലെത്തുന്നത്. സ്വർണ്ണവർണ്ണമാർന്ന ചെങ്ങാലിക്കോടൻ കുലകൾ കാഴ്ചക്കുലകളായി ഉത്രാടനാളിൽ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തർ കാഴ്ചവെക്കുന്ന പതിവുണ്ട്. കൂടാതെ വിവാഹം കഴിഞ്ഞു പോകുന്ന വധൂവരന്മാർക്കും ചെങ്ങാലിക്കോടൻ കുല നൽകുന്ന സമ്പ്രദായം തൃശ്ശൂരിലുണ്ട്. ഇതിൻ്റെ ഓണസമയത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാദ് കൂടുതലുള്ള പഴം ചെങ്ങാലിക്കോടനാണ്. ബാക്കി ഒരു കായ് ഇത്ര സ്വാദ് കിട്ടില്ല. പിന്നെ കളറ് ചുവപ്പ് കളർ കിട്ടണമെങ്കിൽ ചമ്മലിട്ട് പൊതിയണം, അല്ലെങ്കിൽ ചുവപ്പ് കളർ കിട്ടില്ല. ആവശ്യക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ളോ ആവശ്യക്കാർ മുഴുവനും ഈ ചെങ്ങാലിക്കോടനാണ്. ഇത് അന്വേഷിക്കുക ആൾക്കാർ. മറ്റുള്ള കായ വേണ്ടത് ഇതിലും വലുതൊക്കെ ഉണ്ട്, അത് സ്വാദില്ല. വാഴത്തോട്ടങ്ങളിൽ നിന്നും വളഞ്ഞു നിൽക്കുന്ന തണ്ട് നിലനിർത്തിക്കൊണ്ട് വെട്ടിയെടുക്കുന്ന കുലകൾ ശ്രദ്ധയോടെയാണ് കച്ചവടക്കാർ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. പിന്നീട് കുലയുടെ പടലകൾക്കും കായകൾക്കുമിടയിൽ തൊഴിലാളികൾ ഉണങ്ങിയ വാഴയിലകൾ തിരുകി പ്രത്യേക രീതിയിൽ കുല പൊതിഞ്ഞാണ് കാഴ്ചക്കുലകൾ ഒരുക്കുന്നത്. കൂടുതൽ അമ്പലങ്ങളിലേക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ കാഴ്ചക്കുല കൊണ്ടുപോകുന്നത്. മൊത്തത്തിൽ ചെങ്ങാലിക്കോടന് നല്ലൊരു പേരുണ്ട്. പടലകൾ പിരിഞ്ഞ ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. അതിൽ കര പോലെ തവിട്ട് നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. ഓണക്കാലത്ത് മറ്റു ജില്ലകളിൽ നിന്ന് വരെ ചെങ്ങാലിക്കോടൻ അന്വേഷിച്ച ആളുകൾ തൃശ്ശൂരിലേക്കെത്തും. അമൃത ന്യൂസ്, തൃശ്ശൂർ.